ഗുരുവായൂരപ്പ, ഇന്ന് നാലമ്പലത്തിൽ തൊഴേണ്ട സ്ഥലങ്ങളെ പറ്റിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട സ്ഥലങ്ങൾ. ശരിക്കും നമ്മൾ പറയുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് തൊഴാൻ വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറയാറുണ്ട്. നമ്മൾ ജനറൽ ക്യൂ ആ ഫ്ലൈ ഓവർ വഴി വരുന്നതും, പിന്നെ സ്റ്റാഫിൻ്റെയും 1000 രൂപയുടെ നെയ്വിളക്കിൻ്റെയും അതുപോലെ VIP ദർശനത്തിൻ്റെയൊക്കെ വന്ന് നിൽക്കുന്നത് ആ സെൻറ്ററിലാണ്, ആ കൊടിമരത്തിൻ്റെ മുന്നിലുള്ള അവിടെ നിന്ന് കടന്നു പോകാൻ വഴി കുറച്ച് ചെറുതാണ് ആ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വേഗം ദർശനത്തിന്, കാരണം അവിടെയുള്ള ആളുകളും അങ്ങനെ തന്നെ പറയാം, വേഗം ദർശനത്തിന് പോകൂ എന്നുള്ളത് ആ ഒരു പറച്ചിലാണ് ഉണ്ടാവുക. അത് നല്ല കാര്യമാണ് കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ തിരക്ക് കൂടും. അപ്പോൾ അങ്ങനെ പോകുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു 1-2 കാര്യങ്ങൾ, 4 കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ആ വാതിൽ കടന്നാൽ വാതിലിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഫസ്റ്റ് തന്നെ ഇറങ്ങുന്ന ഭാഗത്ത് ഇടതുവശത്ത് നമ്മൾ മേൽപ്പത്തൂർ നാരായണ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയം ഇരുന്ന് എഴുതിയ സ്ഥലമാണ്. അത് ശരിക്കും ആദ്യമൊക്കെ മേൽപ്പത്തൂർ ഭട്ടതിരിക്ക് നാരായണീയം എഴുതുമ്പോൾ ചെറിയ ബാലസ്വരൂപമായ ഉണ്ണിക്കണ്ണനായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെ കാണിച്ചു കൊടുത്തിരുന്നത്. കാരണം ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞിട്ട്, അതായത് കണ്ണനും മേൽപ്പത്തൂർ ഭട്ടതിരിയും എഴുതിയിരുന്നു. അങ്ങനെയാണ് ആ നാരായണീയം രചിക്കപ്പെട്ടത്. അപ്പോൾ അതായത് ആ നാരായണീയം രചിക്കപ്പെട്ട ആ സ്ഥലം, മേൽപ്പത്തൂർ ഭട്ടതിരി ഇരുന്നിരുന്ന ആ സ്ഥലത്തെ ഒന്ന് വണങ്ങുക. പിന്നെ അവിടെ ഇരുന്നിട്ട് തന്നെ അതിൻ്റെ തൊട്ട് പുറത്ത് വലതുവശത്തായിട്ട് ഒരു തൂണ് കാണാം, അതായത് അപ്പുറം ഇപ്പുറം. ആ തൂണിന് ഒരു ഐതിഹ്യമുള്ളത്, ആ തൂണിൽ അതായത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ എഴുതുന്ന സമയത്ത് നരസിംഹാവതാരം വന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് എഴുതാൻ വരുന്ന ആ ഒരു എല്ലാം ബാലസ്വരൂപമായ ഉണ്ണിക്കണ്ണനെയാണ് ഇയാളുടെ മനസ്സിലുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇത് തോന്നാൻ, ഞാൻ എന്താ ചെയ്യുക കൃഷ്ണ എന്ന് പറഞ്ഞപ്പോൾ, നരസിംഹാവതാരം എനിക്ക് വരുന്നില്ലല്ലോ എഴുതാൻ എന്ന് പറഞ്ഞപ്പോൾ, ആ തൊട്ടപ്പുറത്തുള്ള വലതുവശത്തിരുന്ന് ആ തൂണ്, അതായത് ശരിക്കും ഐതിഹ്യത്തിൽ പറയുന്നത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ അളിയൻ ആരോ ആണ് എഴുതിയിരുന്നത്, നാരായണ ഭട്ടതിരി ആണ് എഴുതുക, ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞ അറിവാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് എഴുതുന്ന സമയത്ത് മേൽപ്പത്തൂർ ഭട്ടതിരിക്ക് ആ തൂണിൽ, അതായത് വലതുവശത്ത്, മേൽപ്പത്തൂർ ഭട്ടതിരി ഇരിക്കുന്നത് ഇടതുവശത്തും വലതുവശത്തുള്ളൊരു കരിങ്കൽ തൂണിൽ അതിൽ നിന്ന് പിളർന്നിട്ട് നരസിംഹരൂപം കാണിച്ചു എന്നുള്ളതാണ് ഒരൈതിഹ്യം. അങ്ങനെയാണ് അദ്ദേഹം ആ നരസിംഹാവതാരം എഴുതാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞത് രണ്ടും തൊഴുതിട്ട് നമ്മൾ മനസ്സിൽ സ്മരിച്ചിട്ട്, ഇത് അധികം സ്പീഡാവാൻ മറ്റവർ പറയുമെങ്കിലും നമ്മളൊന്ന് പതുക്കായി ഇത് രണ്ടും നോക്കി തൊഴുത് അത് കഴിഞ്ഞാൽ ഭഗവാന്റെ മുന്നിലേക്ക് എത്താറായി മണിമണ്ഡപമായി. ആ മണിമണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മൾ ശരിക്കും 2 കാര്യമാണ് പറയുക. ഒന്ന് ഏകാന്തം എന്ന് പറയും. ഏകാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മണിമണ്ഡപത്തിന് സോപാനത്തിലെത്താതെ ഇപ്പുറത്തു കൂടെ വിടും. അപ്പോൾ പെട്ടെന്ന് ദർശനം കഴിയും. അപ്പോൾ അതല്ലാത്ത ദിവസം, അത് തിരക്കുള്ള ദിവസങ്ങളിലാണ് അങ്ങനെ ഉണ്ടാവുക. അതല്ലാത്ത ദിവസം നേരെ സോപാനത്തിലേക്ക് വളഞ്ഞു വീഴ് മണിക്കിണറിൻ്റെ അതിന് ആണ് വിടുക. അങ്ങനെ ആകുമ്പോൾ സുഖമാണ്. ഇവിടെ ആകുമ്പോൾ കുറച്ച് നമുക്ക് തൊഴൽ കമ്മിയാവും. കാരണം തൊഴാൻ പറ്റുമ്പോൾ ഈ ഏകാന്തം എന്ന് പറയുമ്പോൾ മണിമണ്ഡപത്തിൻ്റെ മുന്നിൽ നിന്ന് ഇടതുവശത്തു കൂടെ വിടും. അതല്ലെങ്കിൽ വലതുവശത്തു കൂടെ ആകുമ്പോൾ 2 തൊഴൽ നമുക്ക് കിട്ടും. അത് നമ്മളുടെ ഭാഗ്യം പോലെ ഇരിക്കും. അങ്ങനെ തൊഴുതിട്ട് അങ്ങനെ സോപാനത്തിലെത്തി ഉണ്ണിക്കണ്ണനെ കണ്ട് ഗുരുവായൂരപ്പനെ കണ്ട് ഇങ്ങനെ പോരുമ്പോൾ അവിടെ നിന്ന് തന്നെ തൊട്ട് കുറച്ചിങ്ങോട്ട് കടന്നാൽ തിടപ്പള്ളിയായി. അവിടെ ബലിക്കല്ലുണ്ട്. ആ ബലിക്കല്ലിലാണ് ശരിക്കും അഗ്നിദേവന് ഉള്ള പൂജകളൊക്കെ, അതായത് ബലിതൂവലൊക്കെ അവിടെയാണ് ചെയ്യുക. പിന്നെ തിടപ്പള്ളിയാണ്. ആ തിടപ്പള്ളിയിലാണ് ഭഗവാനുള്ള നേദ്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അവിടെ ശരിക്കും ഹനുമാൻ്റെ ഒരു കൈയുണ്ട് എന്നാണ് പറയുക. കാരണം 2 മേൽശാന്തിമാരോ 2 കീഴ്ശാന്തിമാരൊക്കെ ആയിട്ടാണ് അത് ആ വലിയ വാർപ്പൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കുകയൊക്കെ ചെയ്യുക.
അപ്പോൾ അതിനൊരു ശക്തി അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ഇതുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോരുമ്പോൾ സപ്തമാതാക്കളുടെ ഇത് കാണാം. അതിൻ്റെ അപ്പുറത്ത്, അതായത് അത് കഴിഞ്ഞ് ഗ്രില്ല് കഴിഞ്ഞിട്ടാണ് ഈ സപ്തമാതാക്കളുടെ, അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു കരിങ്കല്ല് കൊണ്ട് ഈ തിടപ്പള്ളിക്കും ഗണപതി അമ്പലത്തിലും ഇടയ്ക്കുള്ള ഭാഗം കരിങ്കല്ലാണ്. അവിടെ ചുമര് കാണാം. ആ ചുമരിൻ്റെ ഒരു രഹസ്യമുണ്ട്. ആ ചുമരിൻ്റെ അപ്പുറത്ത് ഒരു രഹസ്യ അറ ഉണ്ട് എന്നുള്ളതും, ആ അറയിലൂടെയാണ് പിന്നെ പുറത്തേക്കും, അതായത് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്കും അതേമാതിരി പുറത്തേക്കൊരു ഭാഗത്തേക്കും എത്താനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് നിഗൂഢതകളുണ്ട്. അതൊക്കെ അടച്ചു ഇപ്പോൾ. കാരണം അതിപ്പോഴല്ല, കുറേ കാലങ്ങൾക്ക് മുൻപേ അടച്ചിട്ടുണ്ട്. കുറച്ച് നിരീശ്വരവാദികളായ ആളുകൾ അവിടെ അതെന്താണെന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞു. അത് നോക്കാൻ വേണ്ടി ശ്രമിക്കുകയും 2-3 ആൾക്കാർ ഇറങ്ങി അത് തുറന്ന് ഇറങ്ങിയപ്പോൾ ഓക്സിജനൊന്നും ഇല്ലാത്ത കാരണം വിളക്കൊക്കെ അണഞ്ഞു. അതിനപ്പുറം ഒരു പാമ്പിൻ്റെ സീൽക്കാരം കേൾക്കുകയും ബോധരഹിതരാകുകയും ചെയ്തു എന്നൊക്കെയാണ് അവിടെയുള്ള ആളുകളുടെ വാമൊഴിയിലുള്ളത്. അത് നമുക്ക് എത്ര ഉണ്ട് എന്നറിയില്ല. എന്തായാലും അവിടെ ഒരു അറ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ആ അറയിലാണ് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ സെമന്തക മണി അവിടെയാണ്, കൃഷ്ണൻ്റെ. ആ സെമന്തക ഉണ്ടാവുകൊണ്ടാണ് ഇത്രയും കാശുകൾ ധനാകർഷണം വരുന്നത്. അത് സെമന്തകം കിട്ടിയതും അതൊക്കെ കഥകൾ അറിയാലോ. അങ്ങനെ കിട്ടിയിട്ട് കാശിയിലെത്തി, കാശിയിൽ നിന്നൊക്കെയാണ് അത് ഇങ്ങോട്ട് എത്തിയത്. വളരെ കേമായിട്ട് തന്നെ അത് അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം ആർക്കും എടുക്കാൻ പറ്റാത്ത മാതിരി അനന്തൻ അതിന് കാവലുള്ള പോലെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇത് വലിയൊരു രഹസ്യം തന്നെയാണ്. ആ രഹസ്യ അറ നമ്മൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രഹസ്യ അറ എന്ന് പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസമായിട്ട് ഇവിടെ ഉണ്ട്. അതാരും കാണാൻ കഴിയില്ല. കാരണം അത് ഞങ്ങൾ അടയ്ക്കാൻ പോകുമ്പോഴൊക്കെയാണ് അത് ഏകദേശം കാണുക. ഇപ്പോൾ കരിങ്കല്ല് കൊണ്ടുള്ള അത് മാത്രമാണ് കാണുള്ളൂ. നമ്മൾ മൊത്തം ക്ഷേത്രം എല്ലാ പൂജയും കഴിഞ്ഞിട്ട് അടയ്ക്കാൻ പോകുന്ന സമയത്തൊക്കെയാണ് അതിൻ്റെ ഒരു കാഴ്ച നമ്മൾക്ക് എത്തുക, നമുക്ക് മനസ്സിലാവും അത്. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ അത് കഴിഞ്ഞാൽ നേരെ ഗണപതി അമ്പലമാണ്. ഗണപതി അമ്പലത്തിൻ്റെ തൊട്ട് ബാക്കിൽ, അതായത് ഗണപതി അമ്പലത്തിൻ്റെ കിഴക്ക് വശത്തായിട്ട്, പടിഞ്ഞാറ് ദിശയിലാണ് ഗണപതി അമ്പലം ഇരിക്കുന്നത്. അതിൻ്റെ പടിഞ്ഞാറ് ദിശയിലാണ് സരസ്വതി അമ്പലം ഉള്ളത്. ആ സരസ്വതി അമ്പലത്തിന് മുൻപ് അവിടെ പുസ്തക പൂജയൊക്കെ നടത്തിയിരുന്നു. ഇപ്പം പിന്നെ അതിനുള്ളതില്ല. ഇപ്പോൾ കൂത്തമ്പലത്തിലാണ്. കാരണം അത്രയും തിരക്ക് കൂടിയ കാരണമാണ്. അപ്പോൾ പിന്നെ അവിടെ മേൽശാന്തിയുടെ ചെന്നാൽ നമ്മൾ പൈസ കൊടുത്താൽ അങ്ങനെ അവർ പ്രസാദം തരും. പുഷ്പാഞ്ജലി പ്രസാദമൊക്കെ ചെയ്യാം. അതിനൊക്കെ വലിയ തിരക്കാണെങ്കിൽ അതൊന്നും സാധ്യമല്ല. ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥകളാണ്. നമുക്ക് കാഴ്ചയിൽ അങ്ങനെയാണ് കാണുക. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഗണപതി അമ്പലത്തിന് തൊഴുത് അങ്ങനെ വരുമ്പോൾ മേൽശാന്തി ഇരിക്കുന്ന സ്ഥലം കാണാം. അർച്ചന പ്രസാദം, അത് മേൽശാന്തി റൂമല്ല, മേൽശാന്തി അവിടെ അർച്ചന പ്രസാദം തരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സ്ഥലമാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്താണ് അനന്തശയനം. അനന്തശയനം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ വരിക. അപ്പോൾ നമ്മൾ പടിഞ്ഞാറ് ഭാഗത്ത് ഗുരുവായൂരപ്പനെ നമസ്കരിച്ചിട്ട് സാഷ്ടാംഗം നമസ്കരിക്കാൻ ആണുങ്ങൾക്ക്, സ്ത്രീകൾക്കാണെങ്കിൽ ഒന്ന് നമിച്ചിട്ട് അങ്ങനെ തിരിഞ്ഞാൽ അനന്തശായിയായ ഭഗവാന്റെ രൂപം കാണാം. അത് ആദ്യം അവിടെ ഉണ്ടായിരുന്നത് ഒരു മോറൽ പെയിൻറ്റിങ് ആയിരുന്നു. അതിനുശേഷം ക്ഷേത്രം കത്തിയതിന് ശേഷമാണ് അങ്ങനെ ഉണ്ടാക്കിയത് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ബാക്കി പിന്നെ സുബ്രഹ്മണ്യ സ്വാമിയുണ്ട്, ഹനുമാൻ സ്വാമിയുണ്ട്, അങ്ങനെ അനേക ദേവതകളുടെ പ്രതിമകൾ അവിടെ, അങ്ങനെ വിഗ്രഹങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ തൊഴുതിട്ട് നമ്മൾ നേരെ അവിടെ ഗ്രില്ലിട്ടുണ്ട്. അതായത് വടക്കേ നടയിലേക്ക് എത്തുന്നതിന് മുന്നേ അമ്പലത്തിൻ്റെ ഓവിൻ്റെ അവിടെ ഈ ഓവിലൂടെ തീർത്ഥം വരും. അത് ചിലവർ സേവിക്കാമെന്ന് പറയും, ചിലവർ സേവിക്കേണ്ടെന്ന് പറയും. പക്ഷെ അത് നമ്മളെ യുക്തിക്കനുസരിച്ച് ചെയ്യാവുന്നതാണ്. പാലഭിഷേകത്തിൻ്റെയും ഒക്കെ അവിടുന്ന് കിട്ടുന്നതാണ്. അതിനപ്പുറം അങ്ങനെ ചെല്ലുമ്പോൾ
ആ ചെന്നിട്ട് ആ ഗ്രില്ലിനപ്പുറത്ത്, ഗ്രില്ല് ഏത് സമയത്തും തുറന്ന് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല, തുറക്കാൻ പറ്റുന്ന നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും. അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അതായത് ആ താമരക്കണ്ണൻ ഇരിക്കുന്നുണ്ട് അവിടെ. ആ മോറൽ പെയിൻറ്റിങ് പോലെയാണ് ഉള്ളതെങ്കിൽ കൂടി ആ താമരക്കണ്ണൻ ആ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ ശ്രീകോവിലിൻ്റെ ഇവിടെ ഉണ്ട്. അതായത് ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മളെത്തി ആ ഗ്രില്ലിൻ്റെ അപ്പുറത്ത് ആ താമരക്കണ്ണൻ അങ്ങനെ ഇരിക്കണു. പിന്നെ അവിടെ എന്താണെന്ന് വെച്ചാലേ താമരക്കണ്ണന് മാത്രം തൊഴുതാൽ പോരാ, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു കൽപ്പക വൃക്ഷമാണ്. ആ കൽപ്പക വൃക്ഷത്തെ കൂടി സ്മരിച്ചിട്ടാണ് ആ താമരക്കണ്ണന് തൊഴാൻ പറ്റുക. ആ കൽപ്പക വൃക്ഷത്തിലെന്ന് പറഞ്ഞാൽ ശരിക്കും സ്വർണ്ണവും വൈഡൂര്യം മരതകം പോലുള്ള നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളാണ് എല്ലാം അതിലടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ താമരക്കണ്ണനെ തൊഴുമ്പോൾ ഈ കൽപ്പക വൃക്ഷത്തെ കൂടി തൊഴുത് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാവും. അതിനപ്പുറത്ത് അതും കഴിഞ്ഞാലാണ് ഒരു മണ്ഡപം കൂടി കാണാം. മണ്ഡപം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ആ കിണറിൻ്റെയും ഓപ്പോസിറ്റ് ഇങ്ങനെ കാണാം. അവിടെ ഭഗവാൻ നൃത്തം ചെയ്യുന്ന മണ്ഡപം എന്നാണ്. അവിടെ എപ്പോഴും വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ടാവും. ഇതിൽ ഈ താമരക്കണ്ണൻ്റെ അവിടെ ഒരു രസകരമായൊരു കഥ പറഞ്ഞു കേൾക്കാറുണ്ട്. അതായത് വില്യമംഗലം സ്വാമിയാർ ആയിട്ട് വർത്തമാനം പറഞ്ഞിട്ട് കണ്ണൻ ഇരുന്ന സമയത്ത് മേൽശാന്തി വന്നു. സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ നട തുറക്കാനായി, മേൽശാന്തി വന്നു. ആ സമയത്ത് കണ്ണന് ഉള്ളിലേക്ക് പോകാൻ വേറെ ഒരു മാർഗവുമില്ല. അപ്പോൾ ഈ കണ്ണൻ എന്തായാലും ഈ ചുവരിൻ്റെ അപ്പുറത്തേക്ക്, അതാണ് താമരക്കണ്ണനായിട്ട് അങ്ങോട്ട് മറിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ മേൽശാന്തി അങ്ങനെ വന്നപ്പോഴേക്ക് കണ്ണൻ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ തന്നെ ഉണ്ട് ഇനി. അപ്പോൾ ആ കണ്ണനായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, കാരണം ഇവർ തമ്മിൽ ഇങ്ങനെ പഴയ കാലത്ത്, ഇപ്പോഴത്തെ കാലത്തല്ലല്ലോ, പഴയ കാലത്ത് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരുന്ന ആ കാലമാണ്. അവരുടെ ഭക്തി കൊണ്ട് ആ ഭഗവാനെ ദാസനാക്കിയ ഒരു സമയം. നമ്മളിൽ ആർക്കും ചിലപ്പോൾ അതിനൊന്നും സാധ്യത ഇല്ല, വളരെ ദുർലഭമാണ്. ചില ആളുകൾക്ക് കിട്ടുമായിരിക്കാം, പക്ഷെ അതത്രയും ഭാഗ്യം ചെയ്ത രൂപങ്ങൾക്കായിരിക്കും. പിന്നെ ഉള്ളത് ഈ വില്യമംഗലത്തിൻ്റെ ആ ഒരു ഇത് തന്നെയാണ് കണ്ണൻ നൃത്തം ചെയ്യുന്നതും കണ്ടതും ഒക്കെ. പിന്നെ അത് കഴിഞ്ഞാലാണ് അപ്പുറത്തെ ഈ പിന്നെ കൽപ്പവൃക്ഷം ഇതൊക്കെ കണ്ടിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ജപിക്കാൻ പറ്റുന്നൊരു മന്ത്രമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ചതുരശ്ര ഗോപാലൻ എന്നാണ് അവിടേക്ക് പറയുക. അതായത് ഈ താമരക്കണ്ണന് അതിന് നമ്മൾ ജപിക്കേണ്ട ഒരു മന്ത്രം എന്ന് പറഞ്ഞാൽ ഓം ക്ലീം കൃഷ്ണ ക്ലീം എന്നുള്ള ആ ഒരൊറ്റ മന്ത്രം മതി നമ്മളെ എല്ലാ കാര്യങ്ങളിലും അവിടെ എത്തുക. അത് നമുക്ക് അക്ഷരലക്ഷം ജപിക്കാം, അല്ലെങ്കിൽ 108 ജപിക്കാം, എത്ര വയ്ക്കോ അത് ചെയ്യാം. ഇത് വളരെ സിമ്പിളായ മന്ത്രമാണ്. അപ്പോൾ അത് ജപിക്കാം. ഏറ്റവും കൂടുതൽ നല്ലൊരു കാര്യമാണ് അത് ചെയ്യാൻ പറ്റിയാൽ. പിന്നെ അതിൻ്റെ നൃത്തറയുടെ അടുത്താണ് മുളയറ. അത് നമ്മളെ ഈ വിത്ത് മുളപ്പിക്കാനൊക്കെ അവർ വയ്ക്കുന്നതാണ്. അത് അവിടെ തൃപ്പൂത്തിരിയുടെ ആ സമയത്തൊക്കെ അവിടെയാണ്. അതിനപ്പുറത്ത് മണിക്കിണറൊക്കെ ഇതിൻ്റെ ആ ഉള്ളിലാണ്, അതായത് ഗ്രില്ലിൻ്റെ ഉള്ളിലാണ്. അതിലെ ജലം കൊണ്ടാണ് അഭിഷേകം നടത്തുക. പിന്നെ തുലാഭാരം നടത്താനൊക്കെ ഈ തീർത്ഥാണ് ഉപയോഗിക്കുക. അത്രയൊക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ വടക്ക് വശത്തേക്ക് ഇറങ്ങുക, വടക്കേ നടയിലൂടെ. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി പോകുന്ന ആളുകൾ അറിവുള്ളവരാണെങ്കിൽ അത് അറിഞ്ഞത് ചെയ്യുക, അല്ലാത്തവരൊന്ന് വീഡിയോ കേൾക്കുന്ന ആൾക്കാർ അതുപോലെ ചെയ്ത ആ നാലമ്പലത്തിലെ ദർശനം പൂർത്തിയാവും. അപ്പോൾ നമുക്ക് അവർ എന്താ പറയുക, ബാക്കിയുള്ള ആളുകൾ നമ്മളോട് വേഗം പോകാൻ പറയുമെങ്കിലും ഇതിനൊക്കെ ഉള്ളൊരു സമയം നമ്മൾ മുൻകൂട്ടി കണ്ട് പോയാൽ ഏറ്റവും പ്രധാനമാണ് അത് ചെയ്ത. മറ്റേത് എന്താ വെച്ചാൽ നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴുത് കഴിഞ്ഞാൽ വേഗം പുറത്ത് കിടക്കുക എന്നുള്ള ചിന്ത മാറ്റിയിട്ട് ഇതെല്ലാം നമുക്ക് കാണാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ട്. ആ സൗകര്യത്തെ നമ്മൾ ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും നന്ദി, നമസ്കാരം. കൃഷ്ണ ഗുരുവായൂരപ്പ.